രോഷം അണപൊട്ടുന്ന വലിയ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും CPM കാഴ്ചവെക്കുന്നു. സ്പോണ്ടേനിയസ് പ്രതിഷേധം എന്നാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ ഇന്ന് വൈകുന്നേരം CPM-ന്റെ ഒഫീഷ്യൽ പ്രതിഷേധം, നാളെ LDF-ന്റെ പ്രതിഷേധം, അങ്ങനെ ED റെയ്ഡിൽ വലിയ പ്രതിഷേധം. അത് രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കലാണ് CPM-ന്റെ പ്രധാന ലക്ഷ്യം. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നത് എപ്പോഴും പറയാറുള്ളതാണെങ്കിൽ കൂടിയും ഇതിപ്പോൾ കൃത്യമായ രാഷ്ട്രീയ പ്രതിരോധം അതിന്റെ റെയ്ഡിന്റെ ആദ്യ മണിക്കൂറുകൾ തീർക്കുന്നു. ഒരുപക്ഷെ മുന്നോട്ടേക്കുള്ള ഈ അന്വേഷണം മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഏത് രീതിയിലാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ന്റെ പ്രതികരണം എന്നതുകൂടി ബോധ്യപ്പെടുത്തുകയാകും ഈ സമയത്തെ പ്രതിഷേധങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ ചേർന്നു. വിപിൻ, പി രാജീവ്, മുൻമന്ത്രി പി രാജീവിന്റെ അടക്കം നേതൃത്വത്തിൽ അവിടുത്തെ എറണാകുളത്തും പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അല്ലേ? അതെ ആഷ്മി, വലിയ പ്രതിഷേധം ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPIM ഉയർത്തുന്നു. മുൻ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മേനക ജംഗ്ഷനിൽ CPIM-ന്റെ ഒരു പ്രതിഷേധം നടക്കുന്നത്. CMRL നമുക്കറിയാവുന്ന പോലെ തന്നെ CMRL-ന്റെ ആസ്ഥാനം ഒക്കെ തന്നെ കൊച്ചിയിലാണ്. കൊച്ചിയിലായിരുന്നു അതിരാവിലെ തന്നെ റെയ്ഡ് ആരംഭിക്കുകയും ചെയ്തത്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതും ഇപ്പോൾ VD സതീശനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഇന്നലെ കേന്ദ്രം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നത് അത് തീർത്തും രാഷ്ട്രീയമാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള വാദം. ഇതേ സംബന്ധിച്ചാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം. അത് എറണാകുളത്തും സജീവമായി തന്നെ വിവിധ കോണുകളിൽ നടക്കുന്നു എന്നുള്ളതാണ്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന് പറയുമ്പോഴും ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും, അതായത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് CPIM. അത് എറണാകുളത്തും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ പി രാജീവ് സംസാരിക്കുകയും ചെയ്യും. പിണറായി വിജയനെ പ്രതി ചേർക്കാൻ ഗൂഢാലോചനയുണ്ട് എന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതാദ്യമായാണ് ഒരു നേതാവ് ഈ കേസിന്റെ തുടക്കം മുതലുള്ള ഘട്ടത്തിൽ അത് പിണറായി വിജയന്റെ മകൾക്കുള്ള എതിരെ ഉള്ളതാണ്. അതിൽ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് ആ കേസ് എന്ന രാഷ്ട്രീയ ന്യായമൊക്കെ പറയുമ്പോഴും പിണറായി വിജയൻ ആ കേസിൽ പ്രതി ചേർക്കാൻ ഗൂഢാലോചനയുണ്ട് എന്ന് CPM പറയുന്നുവെങ്കിൽ ഒരു പക്ഷേ അതിനപ്പുറം ആ കേസിന്റെ വഴിയിൽ കുറച്ചുകൂടി കടന്ന നീക്കങ്ങൾ ED-യുടെ ഭാഗത്ത് CPM പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിണറായിക്കെതിരെയല്ല, പാർട്ടിക്കെതിരെയുള്ള കേസാണ് എന്നാണ് CPM ഇപ്പോൾ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പ്രതിരോധം തീർക്കുന്നത്. പാർട്ടി തീപ്പന്തമാകും എന്ന് പണ്ട് പിണറായി വിജയൻ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പറഞ്ഞ സമയമൊക്കെ അത് കേരളത്തിലെ രാഷ്ട്രീയ പുസ്തകങ്ങളിൽ കിടപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു തീപ്പന്ത മൊമെന്റാണോ ഇത് എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി വിജയന്റെ വീട്ടിൽ നടക്കുന്ന ED റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നു. പിണറായി വിജയന്റെ 2 വസതികൾ, തിരുവനന്തപുരത്തെയും തലസ്ഥാനത്തെയും കണ്ണൂരെയും 2 വസതികളിൽ, അവിടെ മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ വസതിയിൽ CMRL MD ശശിധരൻ കർത്ത, അവരുടെ ഓഫീസ്, കർത്തായുടെ മകൻ, CMRL പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൽ ആനന്ദപ്പണിക്കർ, അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഒരേ സമയം കേരളത്തിനകത്തും പുറത്തും നടക്കുന്ന റെയ്ഡ് 6 മണിക്കൂറുകൾ പിന്നിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നു. 6:30 റെയ്ഡ് തുടങ്ങിയെങ്കിൽ 12:30 ആകുമ്പോഴേക്കും അത് 6 മണിക്കൂർ പിന്നിട്ട് 7-ാം മണിക്കൂറിലേക്ക് ആ റെയ്ഡ് കടക്കുന്നുണ്ട്. 7-ാം മണിക്കൂറിൽ കിടക്കുന്ന റെയ്ഡ് രാത്രി 7 മണി വരെയെങ്കിലും തുടരും എന്ന അർത്ഥം എന്ന ചില ED സൂചന നേരത്തെ ദീപക് ധർമ്മണം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദിവസം അത്രയും ഈ റെയ്ഡ് കഴിയുന്നതും വരെ പ്രതിഷേധം എന്നുള്ള നിലയ്ക്കായിരിക്കും CPM-ന്റെ ഒരു പ്രൊട്ടസ്റ്റ് പ്രതിഷേധ പ്ലാൻ. ഇന്ന് വൈകുന്നേരം ബ്രാഞ്ച് തലങ്ങളിൽ പന്തംകൊളുത്തി പ്രകടനം, എല്ലാ സ്ഥലങ്ങളും 6 മണിയോടുകൂടി പ്രതിഷേധം, നാളെ LDF-ന്റെ പ്രതിഷേധം, അങ്ങനെ പ്രതിഷേധ ദിനരാത്രങ്ങളാക്കാൻ പ്ലാനിടുന്നു CPM ഈ ED റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട്. അതേസമയം ED രാഷ്ട്രീയ പ്രതിരോധം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുമ്പോൾ ED കൃത്യമായി ഹൈക്കോടതി ഇന്നലെ ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL-ന്റെ ഹർജി തള്ളിയിരുന്നു. അബക്കമെന്ന് പറഞ്ഞാണ് ആ ഹർജി ഹൈക്കോടതി തള്ളിയത്. അത് തൊട്ടു പിന്നാലെ വളരെ സെൻസിറ്റീവ് റെയ്ഡുകളിലേക്ക് കടക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ സമയം രേഖാസമാഹരണം മാത്രമാണ് ഈ പറയുന്ന CMRL എക്സാലോജിക് ഇടപാടുകളിലെ ദുരൂഹത തീർക്കാൻ, SFIO പറഞ്ഞ മട്ടിലുള്ള ദുരൂഹതകൾ നീക്കാനുള്ള രേഖാസമാഹരണം മാത്രമാണ് നിലവിലെ ലക്ഷ്യം. അതല്ലാതെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയുന്നു. അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി നമ്മൾ ED-യുടെ പരമ്പരാഗത രീതിയിലുള്ള അറസ്റ്റ് നമ്മൾ കണ്ടതാണ് പലയാവർത്തി. അപ്പോൾ അത് അങ്ങനെ അറസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും പ്രതിഷേധ തെരുവാകുന്നു കേരളത്തിൻ്റെ തെരുവുകൾ. CPM-ന്റെ സംഘാടക ശക്തി ഒരിക്കൽ കൂടി കേരളം തിരിച്ചറിയുന്നു. സമരം നടത്താൻ CPM-നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്തായാലും താഴെത്തട്ടിൽ കേഡർ ശക്തിയിൽ CPM കേഡർ ഇപ്പോൾ തെരുവിലാണ്. വലിയ സമരം എല്ലാ സ്ഥലങ്ങളും നടക്കുന്നു. ആ സമരം കൂടുതൽ ശക്തമാക്കാനാണ് മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ CPM-ന് തീരുമാനമെന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാം. നേരത്തെ തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ ഒരു പ്രവർത്തകൻ രോഷാകുല എഴുന്നേൽക്കുന്ന 1-2 പ്രവർത്തകരെ കണ്ടിരുന്നു. അങ്ങനെ ആ രോഷത്തിലേക്കും അതിന് വിടാതിരിക്കാൻ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നാടാകെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ പല സ്ഥലങ്ങളിൽ നിന്നും കാണുന്നത്. ചാത്തമ്പാട് നരേന്ദ്രമോദിയുടെ ഏജന്റ്
അജീഷ് ജയകുമാർ കണ്ണൂരിൽ ചേരുന്നു. അജീഷ്, നമ്മൾ 7:32 ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തെ അറിയിക്കുന്നു 7:40 തന്നെ അവിടെ പിണറായി വിജയന്റെ വസതിക്ക് മുന്നിലേക്ക് കുറച്ച് പ്രായമുള്ള ഒരു ചേട്ടനടക്കം 4 പേർ വന്നതാണ്. പിന്നീട് അതിപ്പോൾ 100ഓളം പേരായി മാറുന്നുണ്ട്. വലിയ ജനക്കൂട്ടം അവിടെ ഇതിനോടകം രൂപപ്പെടുന്നു. അവിടുത്തെ പ്രതിഷേധം എങ്ങനെയാകും അജേഷ്? കണ്ണൂർ പിണറായിയിലെ വസതിക്ക് മുന്നിൽ ഇപ്പോൾ 100-ലധികം പ്രവർത്തകർ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ രാവിലെ 8 മണിക്കാണ് ഇവിടെ പരിശോധന തുടങ്ങിയത് ED ഉദ്യോഗസ്ഥരുടെ. അതിനുശേഷം ഇപ്പോൾ 4.5 മണിക്കൂർ പിന്നിടുന്നു. എന്തായാലും ഈ പരിശോധന കഴിയുന്നത് വരെ ഇവിടെ സമരം തുടരാനാണ് CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ കണ്ണൂരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള EP ജയരാജനും KK ശൈലജയും ഒപ്പം തന്നെ MV ജയരാജനും P ജയരാജൻ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടത്. കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ മേധാവ് വരുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം, എന്തുകൊണ്ട് പിണറായിയെ ED ചോദ്യം ചെയ്യുമില്ല? എന്തുകൊണ്ട് പിണറായിയെ ED ജയിലിലടയ്ക്കുമില്ല? ഈ ചോദ്യമാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഉയർത്തിയത്. അദ്ദേഹത്തിന്റെ സഹോദരി കേരളത്തിന്റെ നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയായി പ്രിയങ്ക ഗാന്ധി ഈ ചോദ്യം തന്നെയാണ് ഉന്നയിച്ചത്. പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിലടയ്ക്കുമില്ല എന്ന ചോദ്യം ആദ്യത്തെ സന്ദർശന വേളയിൽ തന്നെ ചോദിച്ചോ? ആരൊക്കെ തന്നെയാണ് ഡീലുള്ളത്? സഖാവ് പിണറായിക്കെതിരെ ഒരു തരത്തിലുള്ള കേസുമില്ല. സഖാവ് പിണറായിക്കെതിരെ ഈ കേസിനകത്ത് ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന് നിരവധി കോടതികൾ തന്നെ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയാണല്ലോ തോട്ടപ്പള്ളി അതിനകത്ത് ആനുകൂല്യം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെടുത്താൻ ആ കേസിൽ ഉൾപ്പെടെ എല്ലാ കോടതികളും തള്ളിക്കളഞ്ഞില്ലേ? മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്താൻ ഒരു തരത്തിലും തെളിവുകളില്ലാത്ത, ഒരു തരത്തിലും ഒന്നുമില്ലാത്ത ഒരു കേസിനകത്ത് CPIMനെ ദുർബലപ്പെടുത്താൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോ ഇന്നലെ കേരള ഹൈക്കോടതി 2024 കോടതിയുടെ മുൻപിലുള്ള ഒരു കേസ് തള്ളി. ആ കേസ് കൊടുത്തിരിക്കുന്നത് CMRL എന്ന കമ്പനിക്കകത്ത് ഉദ്യോഗസ്ഥർ അവർക്ക് ലഭിച്ച സമൻസിനെ കുറിച്ചാണ്. കോടതി പറഞ്ഞു, FIR ഇട്ടിട്ടില്ല, പരാതി പോലുമില്ല. വിധി പറയാൻ പോകുന്ന ഘട്ടത്തിൽ വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചപ്പോ ഒരു ഇടക്കാല ഹർജി നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ മറ്റൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അന്വേഷണത്തിന് വേണ്ടിയല്ലേ സമൻസ് നൽകിയിട്ടുള്ളത്, ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല. ഇതാണ് ഇന്നലെ കോടതി പറഞ്ഞത്. എന്നാൽ ആ സമൻസ് ലഭിച്ച ആളുകളിൽ പിണറായി വിജയനില്ല. ആ സമൻസ് ലഭിച്ച ആളിൽ പിണറായി വിജയൻ സഖാവിന്റെ മകനില്ല, അല്ലെങ്കിൽ സഖാവ് റിയാസില്ല. ഇവരാരും വരെ സമൻസ് ലഭിച്ചവരല്ല. സമൻസ് ലഭിച്ച് കോടതിയെ സമീപിച്ചിട്ടുള്ളവർ കമ്പനിയുടെ ആളുകളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.